عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. സ്നേഹാദരണീയരായ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ ഭാഗമായ പരിപാടിയിലാണ്. ആരോഗ്യത്തെക്കുറിച്ച് അല്പം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ആരോഗ്യ സംരക്ഷണത്തിന് അതിപ്രാധാന്യം നൽകിയ മതമാണ് വിശുദ്ധ ഇസ്ലാം. ആരോഗ്യത്തെ നശിപ്പിക്കുന്ന എല്ലാം ഇസ്ലാം അതിശക്തമായി വിലക്കിയിട്ടുണ്ട്. ഘട്ടഘട്ടമായി മദ്യ ഉന്മൂലനം ചെയ്യലിലൂടെ ഇസ്ലാം അത് അരക്കെട്ടുറപ്പിച്ചു. മാത്രമല്ല, കള്ളുപോലെ ആരോഗ്യത്തിന് പൊള്ളലേൽപ്പിക്കുന്ന സർവ്വലഹരി പദാർത്ഥങ്ങളും നിഷിദ്ധമാണെന്നാണ് ഇസ്ലാമിന്റെ പ്രഖ്യാപനം. കുല്ലു മുസ്കിരിൻ ഹംറുൻ വകുല്ലു ഹംറിൻ ഹറാമുൻ. എല്ലാ ലഹരി പദാർത്ഥങ്ങളും മദ്യസമാനമാണ്. എല്ലാ മദ്യസമാനമായതും നിഷിദ്ധമാണെന്ന് തിരുമൊഴിമുത്ത് അതിലേക്ക് വിരൽ ചൂണ്ടുന്നു. മനസ്സിന്റെ ആരോഗ്യമാണ് ഏവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം. 5 നിസ്കാരത്തിലൂടെയും ഏകാന്ത പ്രാർത്ഥനയിലൂടെയും മനസ്സിന്റെ ആരോഗ്യം ഊട്ടിയുറക്കുമെന്ന് ഭൗതികവാദികൾ വരെ സമ്മതിച്ചു കഴിഞ്ഞു. കൂടാതെ യോഗയേക്കാൾ ശരീരാരോഗ്യം മികച്ച നിലവാരത്തിലാക്കാൻ നിസ്കാരം കൊണ്ട് സാധ്യമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വയറിന്റെ 1/3 ഭാഗം ഭക്ഷണവും മറ്റൊരു ഭാഗം വെള്ളവും മറ്റൊരു ഭാഗം ഫ്രീ എന്നിങ്ങനെയാണ് ഇസ്ലാമിക ആരോഗ്യശാസ്ത്ര രീതി. ഇത് അപ്പടി അനുസരിച്ച സ്വഹാബത്തിന് രോഗപ്രതിരോധ ശക്തി കൂടുതലാണ് എന്നാണ് ചരിത്രം വിളിച്ചറിയിക്കുന്നത്. ചികിത്സിക്കാനായി വിദേശ രാജ്യത്ത് നിന്ന് മദീനയിലെത്തിയ പ്രശസ്ത വൈദ്യൻ മാസങ്ങളോളം ചെലവഴിച്ചിട്ടും ഒരു രോഗിയെ പോലും കാണാത്തതിനായി അത്ഭുതപ്പെട്ട് തിരിച്ചുപോയ ചരിത്രം അതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഇസ്ലാമിക ആരോഗ്യ ശാസ്ത്ര രീതിയെ അവഗണിക്കുന്നതാണ് ഇന്നിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് അനേകം തിരുവാക്യങ്ങൾ കാണാം. അന്ത്യനാളിലെ റബ്ബിന്റെ ആദ്യ ചോദ്യം നീ നിന്റെ ആരോഗ്യം എന്തിനു ചെലവഴിച്ചു എന്നതായിരിക്കും എന്ന ഹദീസ് അതിലൊന്ന് മാത്രം. രോഗം വന്നാൽ ചികിത്സിക്കാതെ ആരോഗ്യ നശീകരണം നടത്തുന്നതിനെ ഇസ്ലാം ശക്തിയുക്തം വിലക്കിയിട്ടുണ്ട്. രോഗം വന്നാൽ ഉടനടി ചികിത്സിക്കുക. റബ്ബൊരു രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുമരുന്നും ഇറക്കിയിട്ടുണ്ടെന്ന തിരുവഴിമുത്ത് അതിലേക്ക് വിരൽ ചൂണ്ടുന്നു. മറ്റേതു മതവും ദർശനവും ആരോഗ്യത്തെക്കുറിച്ച് പറയാത്ത വിധം പരാമർശങ്ങളും ഉപദേശങ്ങളും ഇസ്ലാം ഉദ്ധരിക്കുന്നുണ്ട്. രോഗവാഹകരായ കീടങ്ങൾ വന്ന് വീഴാതെ പാത്രങ്ങൾ മൂടി വെക്കണമെന്ന് ഉദ്ബോധിപ്പിച്ചു. പാനീയത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്യരുതെന്നും അവിടുന്ന് ഉണർത്തിയിട്ടുണ്ട്. കാരണം നിശ്വാസവായുവിൽ ആരോഗ്യത്തിന് ഹാനികരമായവ ഉണ്ടാകും. മനുഷ്യന്റെ ആരോഗ്യത്തിന് ഇസ്ലാം വലിയ പരിഗണന നൽകുന്നത് കൊണ്ടാണ് ഇത്തരം വിലക്കുകൾ മതത്തിന്റെ അന്തർധാരയായത്. 1500 വർഷങ്ങൾക്ക് മുമ്പേ ആ ദീർഘദൃഷ്ടി എത്ര ശ്രേഷ്ഠം. ചുരുക്കി പറഞ്ഞാൽ ആത്മീയ സുരക്ഷാ റൂട്ടുകൾ മാത്രമല്ല, ഭൗതിക സുരക്ഷാ റൂട്ടുകളും വെട്ടിയ മതമാണ് വിശുദ്ധ ഇസ്ലാം. ഈ സുന്ദര ദീനിന്റെ സബീലിൽ അടിയുറച്ചടി വെക്കാൻ നാഥൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.